ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. അവൻ പാതിര വരെയും എത്തിയില്ല. ഞാൻ ഓഫീസിലെ വാർഷികം ആസ്വദിച്ചിരുന്നു. ഞങ്ങൾ 8 മണിക്ക് അത്താഴം ഓർഡർ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആഗ്രയിൽ പോയിരുന്നു. ട്രെയിൻ ഇന്നലെ വൈകിയായിരുന്നു വന്നത്. അവൻ അവന്റെ കാമുകിയുമായി ഡേറ്റിന് പോയിരുന്നു. കണ്ടോ, എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക, ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് റിസ്ക് ആയിട്ടുള്ള കാര്യം അല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ, വളരെ പെട്ടെന്ന് മാറ്റാം അല്ലേ. എന്താണ്, അവൻ പാതിര വരെയും എത്തിയില്ല എന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്നുള്ളത് നമുക്ക് അറിയാത്തല്ലേ. അവൻ പാതിര വരെയും എത്തിയില്ല. He didn't arrive till midnight. എന്താണ് He didn't arrive till midnight. ഞാൻ ഓഫീസിലെ വാർഷികം ആസ്വദിച്ചിരുന്നു. I enjoyed the annual day at office. I enjoyed the annual day at office. ഞങ്ങൾ 8 മണിക്ക് അത്താഴം ഓർഡർ ചെയ്തിരുന്നു. We ordered dinner at 8 p.m. We ordered dinner at 8 p.m. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആഗ്രയിൽ പോയിരുന്നു. We went to Agra last year. We went to Agra last year. ട്രെയിൻ ഇന്നലെ വൈകിയായിരുന്നു വന്നത്. The train was late yesterday. The train was late yesterday. അവൻ അവന്റെ കാമുകിയുമായി ഡേറ്റിന് പോയിരുന്നു. He went out with his girlfriend on a date. He went out with his girlfriend on a date. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ. ഒന്നുകൂടെ നോക്കല്ലേ. അവൻ പാതിര വരെയും എത്തിയില്ല. He didn't arrive till midnight. He didn't arrive till midnight. ഞാൻ ഓഫീസിലെ വാർഷികം ആസ്വദിച്ചിരുന്നു. I enjoyed the annual day at office. ഞങ്ങൾ 8 മണിക്ക് അത്താഴം ഓർഡർ ചെയ്തിരുന്നു. We ordered dinner at 8 p.m. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആഗ്രയിൽ പോയിരുന്നു. We went to Agra last year. ട്രെയിൻ ഇന്നലെ വൈകിയായിരുന്നു വന്നത്. The train was late yesterday. അവൻ അവന്റെ കാമുകിയുമായി ഡേറ്റിന് പോയിരുന്നു. He went out with his girlfriend on a date. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ മലയാളത്തിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് അറിയാത്തല്ലേ. ഇനി നമുക്കൊരു 3-4 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ. ഞങ്ങൾ ബീച്ചിൽ അവളെ കണ്ടു. നിങ്ങൾ അത്താഴം കഴിക്കാൻ വേണ്ടി വൈകിയായിരുന്നു വന്നത്. എനിക്ക് ഉത്തരം അറിയാം. മീര ഇന്നലെ 2 ആപ്പിൾ കഴിച്ചു. കുമാർ ഞങ്ങളോട് സത്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ 8:30 ഗെയിം തീർത്തു. എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. എന്നാൽ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ സിമ്പിൾ ആയി നമുക്ക് കണ്ടെത്താം അല്ലേ. ഞങ്ങൾ ബീച്ചിൽ അവളെ കണ്ടു. We saw her on the beach. We saw her on the beach. We saw her on the beach. നിങ്ങൾ അത്താഴം കഴിക്കാൻ വേണ്ടി വൈകിയായിരുന്നു വന്നത്. You came late for dinner. You came late for dinner. എനിക്ക് ഉത്തരം അറിയാം. I knew the answer. I knew the answer. മീര ഇന്നലെ 2 ആപ്പിൾ കഴിച്ചു, അല്ലെ തിന്നു. മീര ate 2 apples yesterday. കുമാർ ഞങ്ങളോട് സത്യം പറഞ്ഞിരുന്നു. കുമാർ told us the truth. കുമാർ told us the truth. ഞങ്ങൾ 8:30 ഗെയിം തീർത്തു. At 8:30 we finished that game. At 8:30 we finished the game. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലേ. ഒന്നുകൂടെ നോക്കാം അല്ലേ. ഞങ്ങൾ ബീച്ചിൽ അവളെ കണ്ടു. We saw her on the beach.
നിങ്ങൾ അത്താഴം കഴിക്കാൻ വേണ്ടി വൈകിയായിരുന്നു വന്നത്. യു കെയിം ലേറ്റ് ഫോർ ഡിന്നർ. എനിക്ക് ഉത്തരം അറിയാം. ഐ ന്യൂ ദ ആൻസർ. മീര ഇന്നലെ 2 ആപ്പിൾ കഴിച്ചു. മീര ate 2 apples yesterday. കുമാർ ഞങ്ങളോട് സത്യം പറഞ്ഞിരുന്നു. കുമാർ told us the truth. കുമാർ told us the truth. ഞങ്ങൾ 8:30 ഗെയിം തീർത്തു. At 8:30 we finished the game. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലേ? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച് നമുക്ക് ഒരുപാട് വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്രമേണ നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.